സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ഫിയാറ്റ് മിഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ 2024ന്റെ പന്തൽ വെഞ്ചരിപ്പ് കർമ്മം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഏപ്രിൽ 10 മുതൽ 14 വരെയുള്ള തീയതികളിലാണ് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ നടത്തപ്പെടുക. തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലാണ് മിഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ നടത്തപ്പെടുക. വൈകിട്ട് 5 മണിക്ക് ഇറ്റാനഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടിൽ മുഖ്യ കാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പന്തൽ വെഞ്ചരിപ്പ് കർമ്മം നടത്തപ്പെട്ടത്. യേശുവിന് സാക്ഷി നൽകുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാം. എങ്കിലും ഒരു പ്രശ്നങ്ങളും യേശുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കരുതെന്ന് വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ ബിഷപ്പ് ബെന്നി വർഗീസ് വ്യക്തമാക്കി. കേരള സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമായി മിഷനെ അറിയാനും സ്നേഹിക്കാനും വളർത്താനും ഫിയാറ്റ് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷന് ഉജ്ജ്വല തുടക്കം. തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കുന്ന എക്സിബിഷൻ 14 വരെ നീളും. അഖിലേന്ത്യാ തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മിഷൻ രൂപതകളും കോൺഗ്രിഗേഷനുകളും തങ്ങളുടെ മിഷനെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളോട് കൂടിയ അതിവിപുലമായ എക്സിബിഷൻ 50ൽ പരം എക്സിബിഷൻ സ്റ്റാളുകളായാണ് ഒരുക്കിയിരിക്കുന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അർപ്പിച്ച ദിവ്യബലിയോടെയാണ് വർണ്ണാഭമായ പരിപാടികൾക്ക് തുടക്കമായത്. കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയുമായി സീറോ മലബാർ സഭ. കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചത് ചേരിതിരിവ് സൃഷ്ടിക്കാനോ മതസ്പർദ്ധ വളർത്താനോ അല്ലെന്നും പ്രണയിക്കിണിക്കെതിരെ കുട്ടികൾക്കിടയിൽ അവബോധം വളർത്താൻ മാത്രമാണെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. സെൻസർ ബോർഡ് അനുമതി നൽകുകയും 2023 മെയ് 5 മുതൽ രാജ്യമെമ്പാടും പ്രദർശിപ്പിക്കുകയും ചെയ്ത ചലച്ചിത്രമാണിത്. പിന്നീട് തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിൽ വരികയും ചെയ്ത ചിത്രമാണിത്. സഭ എന്ത് കാണിക്കണമെന്നും എന്ത് കാണിക്കരുതെന്നും മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഇതിനു പിന്നിൽ യാതൊരു ലക്ഷ്യങ്ങളും സഭയ്ക്കില്ല. അതിനാൽ തന്നെ ഇതൊരു വിവാദമാക്കി വളർത്തിക്കൊണ്ടു പോകരുതെന്നാണ് സഭയുടെ ആഗ്രഹവും അഭ്യർത്ഥനയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹ്യ തിന്മകൾക്കെതിരായ ബോധവൽക്കരണ പരിപാടികളുമായി സഭ മുന്നോട്ടു പോകുമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. ഭീകരവാദവും പ്രണയിച്ചതുകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലം കണക്കിലെടുത്താണ് ജാഗ്രതാ കമ്മീഷൻ പ്രസ്താവനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണ സംവിധാനങ്ങൾ ഇത്തരം വിഷയങ്ങളെ പതിവായി അവഗണിക്കുകയും മാധ്യമങ്ങൾ പലപ്പോഴും വാസ്തവങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഭാ നേതൃത്വം വിശ്വാസികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനെ ആരും അസ്വസ്ഥതയോടെയും തെറ്റിദ്ധാരണാജനകമായും സമീപിക്കേണ്ടതില്ലെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ആധുനിക കേരളത്തിൽ നടനമാടുന്ന പ്രണയവചനങ്ങൾ തുറന്നു കാണിക്കുന്ന ദ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ച് KCYM തലശ്ശേരി അതിരൂപത. യുവജനങ്ങൾക്കായി ബോധവൽക്കരണ സെമിനാറും സിനിമാ പ്രദർശനവും ചെമ്പത്തൊട്ടി സെന്റ് ജോർജ് ഫൊറോന ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. 100ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ഒരു നോൺ ഇഷ്യൂവിനെ എങ്ങനെ വലിയൊരു ഇഷ്യൂ ആക്കിയെടുക്കാമെന്നതിന് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കഴിഞ്ഞിട്ടേയുള്ളൂ മറ്റെല്ലാവരും എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. പ്രണയക്കിണികളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നത് എങ്ങനെ മതസ്പർദ്ധ ഉളവാക്കുന്നതാകുമെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ബിഷപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്ത നാട്ടിൽ ഒരു സൺഡേ സ്കൂളിൽ പ്രദർശിപ്പിച്ചാൽ ആകെ കുഴപ്പമാണത്രേ. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവയെ പർവ്വതീകരിച്ച് മനുഷ്യർ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കുകയുള്ളൂ എന്ന വാസ്തവം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ടെന്നും 10 വോട്ടിന് വേണ്ടിയും ചാല റേറ്റിംഗിന് വേണ്ടിയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ എന്നും പിതാവ് ആരാഞ്ഞു. ക്രിസ്ത്യാനികളുടെ വിശ്വാസ പരിശീലനത്തെ പോലും ചോദ്യം ചെയ്യാൻ കാട്ടിയ ധൈര്യം മറ്റ് സമൂഹങ്ങളുടെ മതപഠനത്തെ വിലയിരുത്താൻ നിങ്ങൾക്കുണ്ടാകുമോ എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശ മദ്യഷോപ്പുകൾ തുറക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി പാലക്കാട് രൂപതാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുവാനുള്ള നീക്കം അപലനീയമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. രൂപത ഡയറക്ടർ ഫാദർ ആൻഡോ ക്ലീറ്റിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ബാബു പീറ്റർ അധ്യക്ഷത വഹിച്ചു. സീബ കെ ജോൺ, ജെയിംസ് പാറയിൽ, രാജു നെടുമറ്റം, മാത്യു കല്ലോടിക്കാട്, മേരി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന സംഘടനയും ദുരിതബാധിതർക്കും പാവപ്പെട്ടവർക്കും ആശ്വാസവുമായ കാരിത്താസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി തീവ്ര ഹിന്ദുത്വ സംഘടന. ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന സംഘടനയാണ് ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത്.
കാരിത്താസിന്റെ പ്രവർത്തനം ഭാരതത്തിന്റെ ദേശീയ സാമൂഹ്യം സാമ്പത്തികവുമായ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് സംഘടനയുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ എല്ലാ മാർഗരേഖകളും അനുസരിച്ചുകൊണ്ടാണ് കാരിത്താസിന്റെ പ്രവർത്തിക്കുന്നതെന്നും കാരിത്താസ് ഇന്ത്യ വക്താവ് അറിയിച്ചു. ഇലക്ഷൻ കാലത്ത് ജനങ്ങൾക്കിടയിൽ അനൈക്യവും സന്ദേഹവും വളർത്തുന്നതിനുള്ള പരിശ്രമങ്ങളാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരിത്താസിന്റെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കുടുംബ നവീകരണം ലക്ഷ്യമാക്കി കോട്ടപ്പന രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോട്ടപ്പന രൂപതയിൽ ഇടവകകളിൽ ഹോം മിഷൻ നടത്തുന്നതിന് സിസ്റ്റർമാർക്കുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം കോട്ടപ്പന രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആഴമുള്ള അറിവും ഉൾക്കാഴ്ചയുമുള്ള ആചാര്യനും സഭയുടെ സുന്ദര കവാടവുമാണ് കുടുക്കച്ചിറ അന്തോണി കത്തനാരെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പ്ലാഷനാൾ പള്ളി, ദയറ, സെമിനാരി എന്നിവയുടെ സ്ഥാപകൻ കുടുക്കച്ചിറ അന്തോണി കത്തനാരുടെ സ്മൃതി മണ്ഡപത്തിന്റെ ആശീർവാദത്തോടനുബന്ധിച്ച് നടന്ന സുറിയാനി കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വെച്ച് സംസാരിക്കുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് പിതാവ്. അനുസ്മരണ സമ്മേളനത്തിൽ മോൺസിഞ്ഞോർ ജോസഫ് മാലിപ്പറമ്പിൽ കുടുക്കച്ചിറ അന്തോണി കത്തനാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്തോണി കത്തനാറിലൂടെ വിശുദ്ധമായ പാരമ്പര്യം സൃഷ്ടിച്ച സ്ഥലമാണ് പ്ലാഷനാൾ. അന്തോണി കത്തനാരെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ആ വിശ്വാസ തീക്ഷ്ണത സ്വായത്തമാക്കാനും സാധിക്കണമെന്നും മനസ്സു നിറയെ പരിശുദ്ധ ചിന്തയും ജ്വാലയുമുള്ള അന്തോണി കത്തനാരുടെ സ്മൃതി മണ്ഡപം സഭയുടെ കുതിപ്പിന്റെ അടയാളമായി മാറുമെന്നും ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞു. തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ നാമകരണ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിനായി തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി 3 വൈദികരടങ്ങിയ കമ്മീഷനെ നിയമിച്ചു. റവറ ഡോക്ടർ തോമസ് നീഡൂർ കൺവീനറായുള്ള കൺവെൻഷനിൽ അതിരൂപത ചാൻസലർ റവറ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നിൽ, റവറ ഡോക്ടർ തോമസ് മാപ്പിളപ്പറമ്പിൽ എന്നിവരാണ് അംഗങ്ങൾ. ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ ജീവിതം, വിശുദ്ധിയുടെ കീർത്തി, ബിഷപ്പ് വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. KCBC അംഗീകരിച്ച വിധവകളുടെ സംഘടനയായ യൂതിക് ഫോറത്തിന്റെ താമരശ്ശേരി രൂപത വാർഷിക സമ്മേളനവും നിയമാവലി പ്രകാശനവും ഏപ്രിൽ 6-ന് തിരുവമ്പാടി ഫൊറോന ദേവാലയത്തിൽ വെച്ച് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റമജോസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. വിധവകൾ ദൈവത്തിന്റെ പ്രത്യേക ദൈവവിളി സ്വീകരിച്ചവരാണെന്നും ദൈവത്തിന് അവരെക്കുറിച്ച് പ്രത്യേക പ്ലാനും പദ്ധതികളുമുണ്ടെന്നും അവർ സമൂഹത്തിന് വലിയ ജീവിത സാക്ഷ്യമാണ് നൽകുന്നതെന്നും മാർ ഇഞ്ചനാനിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തനിയെ മക്കളെ വളർത്തി വലുതാക്കി അനുയോജ്യമായ ജീവിതാന്തസ്സിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത് വഴി വലിയ സുവിശേഷ പ്രഘോഷണമാണ് വിധവകൾ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വെള്ളയമ്പലത്ത് നടന്നു. നഴ്സറി സ്കൂൾ മുതൽ കോളേജ് തലം വരെ സമഗ്ര മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തവും ആഴത്തിലുള്ളതുമായ അറിവ് ലഭിക്കുന്നതിന് കോർപ്പറേറ്റ് മാനേജ്മെന്റിനും അതിരൂപതയിലെ ഇടവകൾക്ക് കീഴിലുള്ളതുമായ സ്കൂളുകളിലെ മാനേജർമാരെ ഉൾപ്പെടുത്തിയാണ് സെമിനാർ നടന്നത്. ശ്രീ തോമസ് ഫ്രാൻസിസ് ആണ് സെമിനാറിന് നേതൃത്വം നൽകിയത്. ദിവസം ഒരു വചനം എന്ന രീതിയിൽ വർഷം മുഴുവൻ വചനം എഴുതി മനഃപ്പാടമാക്കി വചന ഡയറി ഒരുക്കിയ കുട്ടികൾക്ക് കോതമംഗലം ബിഷപ്പ് ഹൌസിൽ സ്വീകരണമൊരുക്കി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പരിപാടിയിൽ കുട്ടികൾ ഒരുക്കിയ വചന ഡയറി പ്രദർശിപ്പിച്ചു. വചനത്തിന്റെ ശക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി തീരുമെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും കഠിനാധ്വാനവും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിനുള്ള തീക്ഷ്ണതയും അഭിനന്ദാർഹമാണെന്ന് പിതാവ് കൂട്ടിച്ചേർത്തു. മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലച്ചി മലയിലേക്കുള്ള 67ാമത് വിശ്വാസ തീർത്ഥാടനവും പുതുഞായർ ആചരണവും നടത്തപ്പെട്ടു. ആനക്കുഴിയിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ച് 3:45 നടന്ന കൊടിയേറ്റിന് ചൂരപ്പടവ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ അരിച്ചാലിൽ നേതൃത്വം നൽകി. തുടർന്ന് 4 മണി മുതൽ 9 മണി വരെയുടെ സമയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ തോമസ് ചിന്താർമണിയിൽ, ഫാദർ ഡോക്ടർ ജോൺ കൊച്ചുപറിക്കൽ, ഫാദർ ജേക്കബ് തെങ്ങാട്ട്, ഫാദർ ആന്റണി പെരുമ്പള്ളിക്കുന്നേൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മലയോര മേഖലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കൊട്ടത്തലച്ചിമലയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിയത്. തൃശൂർ മലബാർ മിഷണറി ബ്രദേഴ്സ് സെന്റ് തോമസ് പ്രൊവിൻസ് പ്രൊഫഷണൽ സുപ്പീരിയറായി ബ്രദർ ജോസ് ചുങ്കത്ത് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രദർ ജിയോ പാലക്കുഴിയാണ് വികാർ പ്രൊഫഷണൽ. ബ്രദർ പീറ്റർ ദാസ് കുഴിപ്പള്ളി, ബ്രദർ കുര്യാക്കോസ് ചുണ്ടലിക്കാട്ട്, ബ്രദർ ബൈജു മാനവൽ മണ്ടി എന്നിവർ കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം
കോട്ടയം അതിരൂപതയിലെ ജ്ഞാനായ അക്കാദമി ഫോർ റിസർച്ച് ട്രെയിനിങ്ങിന്റെ നേതൃത്വത്തിൽ പടമുഖം ഫൊറോനയിലെ 6 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള നേതൃത്വ പരിശീലന ക്യാമ്പിന് പീരുമേട് മരേഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി. കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കൽ വെട്ടിക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണംപ്ലാക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.